ആവർത്തിച്ചാവർത്തിച്ച്, അത് ഒരു തവണ മാത്രമല്ല, ആവർത്തിച്ചാവർത്തിച്ച് തന്നെ ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ ലംഘിക്കുന്ന രീതിയിലുള്ള നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിർത്തിയിലേക്ക് നിരന്തരം ഡ്രോണുകൾ വന്നു. അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം ഇപ്പോഴും അതിർത്തിയിൽ ഉണ്ടാവുന്നുണ്ട്. അതിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ആ നിലപാടിലേക്ക് വന്നു? ഇത് ഇന്ന് വൈകിട്ടുണ്ടായ ധാരണയ്ക്ക് പൂർണ്ണമായ വിരുദ്ധമായ കാര്യമാണ് സംഭവിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും DGMമാർ സംസാരിച്ച് ധാരണയിലെത്തിയതാണ്. പക്ഷേ പിന്നീട് അത് തകർക്കുന്ന നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുന്നു. അതെന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനാണ്. എത്രയും പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ഇതാണ് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയത്. അത് മാത്രവുമല്ല, അതിർത്തിയിൽ സേനാ വിഭാഗങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സൂക്ഷ്മമായി നിരീക്ഷിക്കുക, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രകോപനം ഉണ്ടാകുന്നു അത് കൃത്യമായി പ്രതിരോധിക്കുക, അതിനെ ചെറുക്കുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വ്യക്തമാക്കുമ്പോൾ ഇന്ത്യൻ നിലപാട് ഒരിക്കൽ കൂടി ശക്തമായി തന്നെ പറയുകയാണ്. ഇപ്പോൾ പോലും ഈ ധാരണയിൽ എത്തിയത് രണ്ട് DGMOമാർ സംസാരിച്ചാണ് എന്ന് കൃത്യമായി ഇന്ത്യ പറയുകയാണ്. അതിൽ ഒരു മൂന്നാം കക്ഷി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മധ്യസ്ഥതയിലാണോ ഈ ചർച്ചകൾ നടന്നത് എന്നൊന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ 2 മണിക്കൂർ മുമ്പ് ഷഹബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചത് പ്രകാരം അതിൽ അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും JD വാൻസിന്റെയും മാർക്കോ റൂബിയോയുടെയും പേര് പരാമർശിച്ച് നടത്തിയ ആ പ്രതികരണത്തിൽ അമേരിക്കയാണ് ഇതിന് തയ്യാറായതെന്നും അമേരിക്കയ്ക്ക് നന്ദി പറയുന്നു എന്നൊക്കെയുള്ള അവരുടെ പ്രതികരണം കണ്ടതാണ്. പക്ഷേ ഇന്ത്യ അപ്പോഴും ഇന്ത്യൻ നിലപാട് വീണ്ടും വീണ്ടും പറയുകയാണ്. അതിൽ രണ്ട് രാജ്യങ്ങളുടെയും DGMOമാർ എന്ന് പറഞ്ഞാൽ ഈ സൈനിക നടപടികളുടെ മേധാവിമാർ തമ്മിൽ സംസാരിച്ചാണ് ഇത്തരത്തിൽ വെടിനിർത്തുക എന്ന ധാരണയിൽ എത്തിയത്. വൈകിട്ട് 5 മണിയോടെ അത് പ്രാബല്യത്തിൽ വന്നതാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ രാത്രിയിൽ കാണുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. വീണ്ടും 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 ആവർത്തിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഈ വെടിനിർത്തൽ ലംഘനം ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണം ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അച്യുതൻ, അപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇപ്പോൾ ഈ ഘട്ടത്തിൽ, അതും ഈ വൈകിയ സമയത്തൊരു വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ വളരെ പ്രസക്തിയുണ്ട്, പ്രാധാന്യവുമുണ്ട്. ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, എന്താണ് ഇനി ചെയ്യേണ്ടത്? അത് പാകിസ്ഥാനുള്ള താക്കീതാണ്. എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇപ്പോൾ അതിർത്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾ അതിൽ നിന്ന് പിന്മാറുക, അതിൽ വേണ്ട ഇടപെടൽ നടത്തുക എന്നൊരു മുന്നറിയിപ്പ് കൂടി, എന്നൊരു കാര്യം കൂടി ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുകയാണ്. വിവരങ്ങൾ പറയും. പ്രജിൻ, അങ്ങനെ ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആ ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ മണിക്കൂറിൽ പാകിസ്ഥാൻ സൈന്യം അതിർത്തികളിൽ, നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിൽ നടത്തിയിട്ടുള്ള വെടിവയ്പ്, ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം, അതെല്ലാം തന്നെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഗുരുതരമായിട്ടുള്ള ലംഘനം എന്നാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ, അതായത് ഇത്തരം നീക്കം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആ സമയത്ത് തന്നെ കൃത്യമായി സേനകൾക്ക് നിർദ്ദേശം നൽകി, അതിന് തക്കതായ മറുപടി നൽകാൻ എന്നൊരു നിർദ്ദേശം നൽകി. അത്തരത്തിൽ അവിടെ സേന ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായ മറുപടി നൽകുകയും അങ്ങനെ തൽക്കാലം പിന്മാറിയതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയത്. നിലവിലെ സാഹചര്യങ്ങൾ സേന സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറയുന്നുണ്ട്. ശക്തമായ മറുപടി നൽകാൻ സേനയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിക്രം മിസ്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം വലിയൊരു വിശദീകരണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ല. മറിച്ച് നടത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ, ഇന്ന് 5 മണിക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഈ കഴിഞ്ഞ 3 ദിവസമായി തുടർന്നു നിന്നിരുന്ന പാക് പ്രകോപനം അതിന് ഒരന്ത്യം കാണുമെന്ന് കുറിച്ചു. പക്ഷേ 5 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു. അത് കഴിഞ്ഞ് 3 മണിക്കൂർ പിന്നിടുമ്പോൾ അതിർത്തി മേഖലകളിൽ ഉണ്ടായത് പാക് സൈന്യത്തിൻ്റെ പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടിയാണ്. ഡ്രോണുകൾ പലയിടങ്ങളിലായി, ജമ്മു കാശ്മീരിൻ്റെ പലയിടങ്ങളിലായാണ് ഡ്രോണുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കാര്യം വ്യക്തമാക്കി. ഗുജറാത്തിൻ്റെ കച്ച് തീരത്ത് ഡ്രോണുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അവിടെ 10ഓളം ഡ്രോണുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അത് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നു. അതിനൊടുവിൽ ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സൈന്യം നടത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ഗുരുതരമായിട്ടുള്ളൊരു ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതിന് മറ്റൊരു മാർഗമല്ല, സേനയോട് തന്നെ അക്കാര്യം അതിന് തക്കതായ മറുപടി നൽകാൻ
സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരത് നൽകുകയും ചെയ്തു. ആ മറുപടി പലയിടത്തും നൽകുകയും ചെയ്തു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അടിയന്തരമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. പ്രജിൻ.